ഒരു ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത് ഭരിക്കാൻ ഏൽപ്പിച്ച ഭരണകൂടത്തിനോട് ഇത്രയും ധാർഷ്ട്യത്തിൽ സമരം ചെയ്യുന്നത് എന്തൊരു നീതികേടാണ്. 5 തവണ ആശമാരോട് യാതൊരു അവഗണനയും കാണിക്കാതെ സന്ധി ചെയ്യാൻ തയ്യാറായ സർക്കാരിനോട് വീണ്ടും ഈ കാണിക്കുന്ന പ്രക്ഷോഭം ഒരുതരം ധിക്കാരം തന്നെയാണ്. സമരം അവസാനിപ്പിച്ച് തിരികെ പോകാൻ ആശമാർക്ക് കൂടി ആഗ്രഹം വേണ്ടേ എന്ന പിണറായിയുടെ ചോദ്യത്തിന് അന്വർത്ഥമാക്കുന്ന പോലെയാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. ആശമാർക്ക് ശമ്പളം കൂട്ടി കൊടുക്കണമെന്ന ഉറച്ച സ്വരത്തിൽ സംസ്ഥാന സർക്കാരിനോട് കൽപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനോ മറ്റു നീതിപീഠത്തിനോ കഴിയുന്നില്ല എന്നതു തന്നെ സംസ്ഥാന സർക്കാർ മാത്രം അതിന് ഉത്തരവാദികളാകുന്നില്ല എന്നതും ഖജനാവിൽ പണമില്ല എന്നതും ബോധ്യമുള്ളതുകൊണ്ടല്ലേ. കേരളത്തിന്റെ സാമ്പത്തികാവസ്ഥ പരിതാപകരമാണെന്ന് പിണറായി പല പ്രാവശ്യം വ്യക്തമായി പറയുകയുണ്ടായി. കഴിയുന്നതിലും കൂടുതൽ ആനുകൂല്യങ്ങൾ പിന്നെയും അനുവദിച്ചു നൽകാനും തയ്യാറായി. പക്ഷെ ഇതൊന്നും പോരാ എന്നും പറഞ്ഞ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ ജനസാഗരം സൃഷ്ടിക്കുന്നത് ഇപ്പോൾ ഒരുതരം തീക്കളി തന്നെയാണ്. അവരുടെ സമരത്തിന്റെ പിന്തുണയുമായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവിധ സുഹൃത്തുക്കളും നിങ്ങൾക്കെല്ലാവർക്കും സമരത്തിന്റെ ആദ്യ നാളുകളിൽ ഒരു ദിവസം ഇവിടെ വന്ന് നിങ്ങളെ കാണുകയും അഭിവാദ്യം അർപ്പിക്കുകയും നമ്മൾ ഉന്നയിച്ചിട്ടുമുണ്ട്. എങ്കിലും ആശമാരുടെ പ്രശ്നം പരിഹരിക്കാൻ ഒരു സമിതിയെ വെച്ച് പഠിച്ച് തീർപ്പ് കൽപ്പിക്കാം എന്നുള്ള തീരുമാനത്തിന് പോലും തള്ളിക്കളയാൻ ഉതകുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ കാണിക്കുന്ന കോലാഹലം. ഇതുകൊണ്ട് 2 കാര്യങ്ങൾ മാത്രമേ സംഭവിക്കാനുള്ളൂ. ഒന്നുകിൽ ആശമാരുടെ തൊഴിൽ പോകും, അതല്ല എങ്കിൽ സമരം അവസാനിപ്പിക്കാതെ ആശമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇനിയും മഴയും വെയിലുമേറ്റ് കിടക്കേണ്ടി വരും. ഇപ്പോഴും പറയുന്നു സർക്കാരിന്റെ കയ്യിൽ പണമില്ല. കേന്ദ്രത്തിലൂടെ നിങ്ങൾക്ക് സ്ഥിരം തൊഴിലാളികളാക്കാൻ ഉച്ചത്തിൽ വിളിച്ചു പറയൂ. കേന്ദ്രം നിങ്ങളുടെ വിളി കേട്ടാൽ മാത്രമേ കേന്ദ്രം എടുക്കുന്ന തീർപ്പിനൊപ്പം നിൽക്കാൻ സംസ്ഥാനത്തിന് കഴിയൂ. ഇതുകൊണ്ടൊന്നും കുലുങ്ങുന്നവനല്ല ഇരട്ടച്ചങ്കൻ പിണറായി. വെടിക്കെട്ടുകാരനെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കാൻ പുറപ്പെട്ടിട്ട് എന്തു കാര്യം?